റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ നട്ടപ്പാതിരക്ക് എഴുന്നേറ്റ് വന്നപ്പോൾ വെള്ളവും പിടിച്ചു നിന്ന റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. റസൂൽ ചോദിക്കുന്നുണ്ട്, ഈ സേവനായിട്ട് ഇങ്ങനെ നടന്നാൽ മതി, പെണ്ണിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ പറയാന്ന് പറയും. 3-4 പ്രാവശ്യം റസൂൽ പല ഘട്ടങ്ങളിലായിട്ട് ഇത് ആവർത്തിച്ചു. അപ്പം മൂപ്പരുള്ളിലുള്ള വികാരം തുറന്നു പറഞ്ഞു, ഞാനൊരു മിസ്കീൻ, ഒരു പാവപ്പെട്ടു, എനിക്ക് ആര് പെണ്ണ് തരാനാ? അതാണ് റസൂൽ അവർ പറഞ്ഞു, ഇന്നേടത്ത് പോയിട്ട് അവരുടെ മോളെ കല്യാണം ആലോചിച്ചു വരൂന്ന്. നല്ലൊരു സമ്പന്നന്റെ വീട്ടിൽ പോയി അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ അതാണ്. അദ്ദേഹത്തിന് പറയാൻ തന്നെ മടിയാ, എന്നാലും പറഞ്ഞൊപ്പിച്ചു. അവരങ്ങനെ സമ്മതിച്ചില്ല. നിരാശയോടുകൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തോട് തന്നെയാണെന്ന് തോന്നുന്നു, എന്താ അവിടെ പോയി പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പെണ്ണിനെ കെട്ടിച്ചു തരുമെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു എന്ന് പോയിട്ട് പറയൂ. അദ്ദേഹം പിന്നെയും ചെന്നു. ദുർബലനാണ്, നാട്ടിലെ ഫക്കീറാണ്, ഉന്നത കുലജാതനല്ല, എല്ലായിടത്തും മുന്നിലുള്ള പ്രമുഖനേ അല്ല. അദ്ദേഹം ചെന്നു. എൻ്റെ റസൂൽ വരെ എന്നോട് നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്, ഇവന്നിവിടെ വന്ന് പറയാൻ പറഞ്ഞു. അവരാകെ ജാഗരൂകരായി പെട്ടെന്ന് തന്നെ കല്യാണം നിർവഹിച്ചു. ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ ഒരുക്കി കൊടുത്തു. മനുഷ്യരുടെ ഉള്ളിൽ അങ്ങനെ ചില കുന്നായ്മകൾ ഉണ്ടായിരുന്നു, അതില്ലാതാക്കാൻ റസൂലുള്ളാഹി തങ്ങൾ പ്രയോഗരംഗത്ത് തന്നെ ആ ഒരു ചങ്ങലക്കെട്ടുകളെ മുറിച്ചു കളഞ്ഞു. സൂറത്തുൽ അറാഫിന്റെ 157 അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ നടത്തുന്ന സേവനത്തെ കുറിച്ച് പറയുന്നിടത്ത് ഇത് പറയുന്നുണ്ടല്ലോ അല്ലെ, അല്ലാഹു അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലദീ കാനത് അലൈഹിം. അവരെ ബാധിച്ചിരുന്ന ചങ്ങലക്കെട്ടുകൾ, വിശ്വാസത്തിന്റെയും ഗോത്രത്തിന്റെയും കുറെ ആദർശങ്ങൾ, അതിമ ചുറ്റി വരിഞ്ഞ് കിടക്കായിരുന്നു ആ സമൂഹം. മുത്ത് റസൂൽ അത് അറുത്തു മാറ്റി എന്നാണ് ഖുർആൻ പറയുന്നത്.